everyone, welcome back to our channel. Now, in this video, ഒരു റാൻഡം ഹോൾ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിച്ചു കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഒരു റാൻഡം ഹോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഐറ്റം തന്നെ എനിക്ക് കാണിക്കാനുള്ളത് അതായത് IKTയുടെ ഈ ഒരു വാക്സ് സ്റ്റിക്കാണ്. ഇത് ബേസിക്കലി ഹെയർ ഫ്ലൈസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ മുടിയൊക്കെ പാറി പറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല ടേം ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സെറ്റ് ചെയ്യാനായിട്ട് ഉള്ള പറ്റിയൊരു ഐറ്റമാണ് ഈ ഒരു ഹെയർ വാക്സ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. ഹെയർ ജെൽ അവൈലബിൾ ആണ്, ഹെയർ ക്രീംസ് അവൈലബിൾ ആണ്. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഹെയർ സെറ്റിംഗ് സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് പിന്നെ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ ചകിരി പോലെ കിടക്കില്ലേ നമ്മുടെ ഹെയർ ഒക്കെ, ഭയങ്കര ഹാർഡാവും, കോംബ് ചെയ്യാനും ഒക്കെ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഹെയർ ജെല്ലാണെങ്കിലും ഹെയർ ക്രീംസ് ആണെങ്കിലും അത്രയ്ക്കും നമുക്ക് പെർഫെക്റ്റ് ഫിനിഷിംഗ് ഒന്നും തരത്തില്ല. എനിക്ക് തരാറില്ല കേട്ടോ, കാരണം എൻ്റെ മുടി കുറച്ച് എന്താ പറയുക, കുറച്ച് ഇങ്ങനെ ഉള്ളുള്ള മുടിയൊക്കെ ഉള്ളത് കാരണം അങ്ങനെ ഇരിക്കത്തില്ല. അപ്പം എനിക്ക് എന്താ പറയുക, അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ലീക്ക് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര, എൻ്റെ ഒരു സിഗ്നേച്ചർ ഹെയർ സ്റ്റൈലാണ് ഒരു സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് സ്ലീക്ക് ആയിട്ടൊരു പോനിറ്റെയിൽ കെട്ടുക, അല്ലെങ്കിൽ സ്ലീക്ക് ആയിട്ടൊരു ബൺ കെട്ടുക. അതെൻ്റെ ഒരു സിഗ്നേച്ചർ ഹെയർ സ്റ്റൈൽ. അതിലെനിക്ക് അവിടെ ഇവിടെ ഒന്നും മുടി പൊങ്ങിയിരിക്കുന്നത്, മുഖത്തോട്ട് മുടി വരുന്നതും എനിക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കിട്ടിയ ഒരു അഡാർ ഐറ്റമാണ് ഈ ഒരു IKT വാക്സ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഒരു വാക്സ് സ്റ്റിക്ക് പോലെയാണ്. എന്നിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ ഹെയർ ഫ്ലൈസ് ഒക്കെ ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം, ഒന്ന് കോംബ് ചെയ്ത് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ചമ്പി ലുക്ക് കിട്ടും. ഓൾ ഡേ ലോങ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ആൻഡ് ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നോ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നോ ഒന്നുമില്ല, ഒട്ടും സ്റ്റിക്കി ആയിട്ട് തോന്നുകയും കൂടിയില്ല. അതാണ് ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ. നമ്മളിങ്ങനെ ലുക്ക് അങ്ങനെയാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഇതാക്കണ്ടില്ല, ഒട്ടും ഓയിലി അല്ല എന്നുള്ളതാണ്. നല്ലൊരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇതിൽ എന്നിട്ട് ഡയറക്ഷൻസ് ഫോർ യൂസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ഹെയർ അപ്ലൈ ഇൻ എ സർക്കുലർ മോഷൻ, ഷേപ്പ് ഫോർ സ്പൈക്കി ലുക്ക്, ലോങ് ഹെയർ അപ്ലൈ ഫ്രം മിഡ് സ്റ്റാഫ് ടു എൻഡ് ടു ഗ്രേഡ് ജാഗ് ലുക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒബ്വിയസ്ലി ഇതിലെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തേക്കുന്ന ഹെയർ വാക്സ് സ്റ്റിക്ക് ആണ്. സ്ട്രോങ് പവർ ഇൻ സ്റ്റൈലിംഗ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, യെസ്. ഈസി ടെക്സ്ചേർഡ് സ്റ്റൈൽ, യെസ്. അപ്പം എന്നെ പോലെ ഇങ്ങനെ സ്ലീക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ലുക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, നമ്മൾ സ്ലീക്ക് പോനിറ്റെയിൽ ഒക്കെ കിട്ടുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവം അടിപൊളിയാണ്. പിന്നെ ഫ്രേഗ്രൻസ് ആണെങ്കിലും അങ്ങനെ ഭയങ്കര സെൻറ്റഡ് അല്ല കേട്ടോ, മൈൽഡ് ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ഇതിൽ പ്രോഡക്റ്റും അത്യാവശ്യമുണ്ട്. അതിൻ്റെ ഒരു ഇച്ചിരി പ്രോഡക്റ്റ് മതി എന്നുള്ളതാണ്. ഇങ്ങനെ വാരി കോരി അങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത്, പക്ഷെ അങ്ങനെ ചെയ്യണ്ട, നല്ല ലൈറ്റായിട്ട് മാത്രം ചെയ്താൽ മതി. ആൻഡ് അതിൻ്റെ ഒരു റെസിഡ്യൂ ആണെങ്കിലും നമ്മുടെ ഹെയറിലൊന്നും കാണയില്ല. സെക്കൻഡ് എനിക്ക് കാണിക്കാനുള്ളത് ഒരു ഇയറിങ്സിൻ്റെ പീസാണ്. ഈ ഇയറിങ്സ് ഭയങ്കര കാഷ്വൽ ആണ്, ബട്ട് നമ്മൾ കണ്ടേക്കുന്നതിൽ ഇതിൽ ഫുൾ ഇങ്ങനെ ഈ ഒരു വൈറ്റ് പേൾസ് ആയിരിക്കും. പക്ഷെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്റ്റഡ് കൊടുത്തിട്ട് ആൻഡ് താഴെ 1 2 3 4 പേൾസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ എനിക്ക്, ഈ ഒരു ടോപ്പിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇയറിങ്സ് ആയിരുന്നു മാച്ച് ആവേണ്ടിയിരുന്നത്, ബട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ, നല്ല അടിപൊളി സംഭവമാണ്. ഇങ്ങനെ പേൾസിൻ്റെ ഒക്കെ ജ്വല്ലറി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. എനിക്ക് പേഴ്സണലി പേൾസിൻ്റെ ജ്വല്ലറി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇടാനും ഇട്ട് കാണാനും ഒക്കെ ആയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം. തേർഡ് ഐറ്റം ഇസ് ഫ്രം ആമസോൺ. ആമസോണിൽ നിന്ന് ഞാൻ കുറേ നാളായി ഞാൻ ഒരു ഐ ഷാഡോ പാലറ്റ് വാങ്ങിച്ചിട്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് വാങ്ങിക്കണമെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് മാലിയോടെ ഒരു ആമസോണിൽ എനിക്കിങ്ങനെ റെക്കമെൻഡേഷൻ വന്നത് കേട്ടോ. അപ്പം തന്നെ അങ്ങോട്ട് പൊക്കി ഈ സാധനത്തിന്. ഇതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്, 03 ആണ്. അപ്പോൾ 1 2 ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് ആവശ്യമുള്ള ഷെയ്ഡ്സ് നോക്കിയിട്ട് ഞാൻ ഈ ഒരു കിറ്റാണ് വാങ്ങിച്ചത്. ഇത് ബേസിക്കലി ബേക്ക്ഡ് ഐ ഷാഡോ കിറ്റാണ് കേട്ടോ. കണ്ടില്ലേ, ബേക്ക്ഡ് ഐ ഷാഡോസ് ആണ്. അതായത് നമുക്കിങ്ങനെ നമ്മുടെ നോർമൽ ഐ ഷാഡോ പോലെ ആയിരിക്കത്തില്ല, കളേഴ്സ് മൾട്ടി കളേഴ്സ് ആയിരിക്കും, ഡുവൽ കളേഴ്സ് ആയിരിക്കും വരുന്നത്. ഡുവൽ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, നല്ല രസമാണ്. കണ്ടില്ലേ ഷെയ്ഡ്സ് ഒക്കെ കാണാനായിട്ട്, കണ്ടില്ലേ. ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ നല്ല ഭംഗിയാണിതാ.
കണ്ടില്ലേ, ഒരു ഡബിൾ ഷെയ്ഡാണ് ഇത് തരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച നെക്സ്റ്റ് ഐറ്റം. ഇനി എനിക്ക് കാണിക്കാനുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതാണിതാ, കാണുന്നുണ്ട്? പോയാ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഒരു മൂക്കൂത്തിയാണ് കേട്ടോ. അതാ മൂക്കൂത്തി കം സെക്കൻഡ് സ്റ്റഡാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്. നല്ലതാണ് കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. സെൻറ്ററിൽ മാത്രം ഒരു റെഡ് സ്റ്റോൺ ആൻഡ് ചുറ്റും നമുക്ക് വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത്. സെക്കൻഡ് സ്റ്റഡായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി വലിയ മൂക്കൂത്തി ഇടണം വെച്ചിട്ടാണ് ഞാനിതിട്ടത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. എടുത്തിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പം ഇത് നല്ല വൃത്തിയായിട്ട് ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ നാളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇൻഫെക്ഷനൊക്കെ വരുന്ന ആൾക്കാർക്ക് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ബാക്കി എനിക്ക് അങ്ങനെ ഇൻഫെക്ഷൻ വരെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഇയറിങ്സും ആർട്ടിഫിഷ്യൽ നോസ് പിൻസും ഇടുന്നത്. നെക്സ്റ്റ് ഐറ്റം ഭയങ്കര ഒരു ഫാൻസി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതാണ്. ഇത് ഒരു ക്ലച്ചാണ്. നല്ല ഷൈനി ആയിട്ടുള്ള ഫുൾ ഗ്ലിം 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 ഗ്ലിറ്റർ പോലത്തെ ഗോൾഡൻ കളർ ഒരു ക്ലച്ചാണ് കേട്ടോ. ചെയിനുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ. നമുക്ക് ഇങ്ങനെ ക്ലച്ച് പോലെ പിടിക്കണമെങ്കിൽ അങ്ങനെയും പിടിക്കാം. അതല്ല ചെയിൻ പോലെ തൂക്കിയിടാനാണെങ്കിൽ അങ്ങനെയും തൂക്കിയിടാം. ആൻഡ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്താ, നമുക്കൊരു ഫോൺ വെക്കാം, നമ്മുടെ ഒരു എന്തെങ്കിലും 1-2 ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് വെക്കാം, കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് വെക്കാം. അത്രയും സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു പൗച്ചാണിത്. ഒബിയസ്ലി നമ്മുടെ മദേഴ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ബേബീസൊക്കെ കുഞ്ഞതാണെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം പോവുകയാണെങ്കിൽ അവരുടെ ഒബിയസ്ലി ഒരു ബാഗ് ക്യാരി നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെയും ഈ ഒരു ബാഗ്, ഈ ഒരു ക്ലച്ച് പോകുമോ എന്നുള്ളതാണ്. നമ്മൾ സാരി ഇട്ടാലും ചുരിദാർ ഇട്ടാലും ലെഹങ്ക ഇട്ടാലും ഗൗൺ ഇട്ടാലും എന്തിട്ടാലും ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു മാരേജ്, ഒരു വെഡ്ഡിങ്സിനൊക്കെ പോകുമ്പോൾ, പാർട്ടീസിനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ജ്വല്ലറി, ഇങ്ങനത്തെ ഒരു ബാഗാണ് നിങ്ങൾ ക്യാരി ചെയ്തതെന്നുണ്ടെങ്കിൽ നല്ല എലിഗൻ്റാണ് കേട്ടോ. നമ്മുടെ നോർമൽ ലെതറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിൻ്റെ ഒക്കെ ക്ലച്ച് എടുക്കുന്നതിനെക്കാട്ടിലും ഭംഗിയാണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് ഇങ്ങനത്തെ ക്ലച്ച് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഒരുപാട് ബ്ലിങ് അല്ല എന്നുണ്ടെങ്കിലും ഒരു പാർട്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എവറി ഗേൾ മസ്റ്റ് ഹാവ് ദിസ് കൈൻഡ് ഓഫ് ക്ലച്ചസ്. നല്ല രസമാണ് ലേഡീസിനാണെങ്കിലും ഇടാം, ഗേൾസിനാണെങ്കിലും ഒക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് നല്ല പറ്റിയൊരു ബാഗാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ഐറ്റമാണ്. ഇത് ഒരു ഐലൈനർ എയ്ഡാണ് കേട്ടോ. ഐലൈനർ ഹെൽപ്പർ ആൻഡ് മസ്കാര അസിസ്റ്റഡ് ആൻഡ് ഫേസ് ക്രീം ആപ്ലിക്കേറ്റർ, ബിഗിനേഴ്സ് ഫ്രണ്ട്ലി. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. നമുക്ക് മസ്കാര ആക്കാം, ഐലൈനർ അപ്ലൈ ചെയ്യാം, ലിപ്സ്റ്റിക് കറക്റ്റായിട്ട് വെയർ ചെയ്യാം, ഫേസ് ക്രീം നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. സിലിക്കോണാണ് കേട്ടോ, സിലിക്കോണാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ അണ്ടർ ഐസിൽ വെച്ച് കഴിഞ്ഞിട്ട് മസ്കാര അപ്ലൈ ചെയ്യാൻ നമ്മുടെ ഈ അണ്ടർ ഐസിലൊന്ന് അപ്ലൈ മസ്കാര ആവില്ല. പിന്നെ നമുക്ക് ഇതാ ഒരു ചെറിയ സ്പൂൺ കിട്ടുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് നമുക്കിതാ ക്രീം അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ യെസ്, ലിപ്സ്റ്റിക് ആണെങ്കിൽ എന്താ ഒന്നും ചീത്തയാവാണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ ലിപ്സ്റ്റിക്. അപ്പം ഇത് യൂസ്ഫുൾ ആണോ ഇല്ലേ എന്നുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, എന്നാലും അറിയാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു ഫുട് വെയറിൻ്റെ പെയറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റെഡ് കളർ ഫുട് വെയർ ആണ്. റബ്ബറിൻ്റെ ആണ് കേട്ടോ ഇത്. ശരിക്കും ഞാൻ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉള്ള സംഭവമാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ബട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ. പക്ഷേ ഈ ഒരു കളർ ഉണ്ടല്ലോ, റെഡ് കളർ, ഈ ഒരു കളർ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫുട് വെയർ വാങ്ങിച്ചത് കേട്ടോ. എനിക്കൊരു റെഡ് കളർ ഫുട് വെയർ വേണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കുറച്ചും കൂടി കംഫർട്ടബിൾ ആവണമെന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നു. പെട്ടെന്നൊന്ന് പുറത്ത് കൊണ്ടു വന്നാൽ എന്തിടും,
ഇട്ടുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് ടൈപ്പ്. നമ്മളിപ്പം സ്കൂട്ടിയൊക്കെ ഓടിക്കുകയാണെങ്കിലൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുട്വെയർ വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഫുട്വെയർ വാങ്ങിച്ചത് കേട്ടോ. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് നല്ല കംഫിയാണ്, അതാണ് ഏറ്റവും നല്ല കാര്യം. ക്വാളിറ്റി കുറച്ചും കൂടി നല്ലതാക്കായിരുന്നു, ബട്ട് കംഫർട്ടബിൾ ആണ്. എന്താ കണ്ടില്ല, നല്ല സ്പോഞ്ചിയാണ്, കംഫർട്ടബിൾ ആണ്, അതാണ് നല്ലൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് നല്ലതാണ്, റബ്ബറിൻ്റെ ആണ്. ഒരുപാട് അങ്ങനെ എന്താ പറയുക, വെള്ളത്തിലൊക്കെ ഇട്ടാൽ ഒബ്വിയസ്ലി നനയും, ചീത്തയായി പോകും, പൊട്ടിപ്പോകും. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാണ് പെട്ടെന്ന് അതിൻ്റെ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫുട്വെയർ ആണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് 2 ലിപ്സ്റ്റിക്സ് ആണ്. ഇത് ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ സ്റ്റേ ഓൺ ലിപ് ക്രയോണിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്, ആർട്ടിസ്റ്റ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡീപ്പർ സ്കിൻ ടോൺസ് ഇത് വാഷ് ഔട്ട് ചെയ്യും, പക്ഷേ ലൈറ്റർ സ്കിൻ ടോൺസിന് നല്ല പ്രോപ്പർ ന്യൂഡായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ നോൺ ട്രാൻസ്ഫർ വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് ആണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് ഈ ഒരു ഇതിൻ്റെ എൻ്റെ ഈ ഒരു കാറ്റഗറിയിൽ എൻ്റെ ഫസ്റ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. ഇതിലെൻ്റെ ഷെയ്ഡ് മോവ് ടോപ്പേ, മോവി ന്യൂഡൊക്കെ നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് എല്ലാ സ്കിൻ ടോണിനും ചേരും കേട്ടോ. ഇതും ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം, എന്നാലേ കറക്റ്റ് നമുക്ക് ആ ഒരു ഷെയ്ഡ് അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഞാൻ വീണ്ടും ഒരു ലിപ്സ്റ്റിക്കാണ് കാണിക്കാൻ പോണത്. ഇത് നമ്മുടെ നൈക്കയുടെ ഗെറ്റ് സെറ്റ് മാറ്റ് ഡെമി മാറ്റ് ലിപ് ക്രീം റേഞ്ചിലുള്ള ഷെയ്ഡാണ്, ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ബൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. പ്രോപ്പർ ഒരു പിങ്ക്, പ്രോപ്പർ പിങ്ക്, നല്ല റാണി പിങ്ക് എന്നൊക്കെ പറയൂലേ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഡെമി മാറ്റ് ഫോമുലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫുള്ളി ട്രാൻസ്ഫർ പ്രൂഫ് ആയിരിക്കത്തില്ല, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പം ഇതും ഞാൻ ഷോർട്ട്സ് ആയിട്ട് തന്നെ ഇടാം കേട്ടോ, ഇതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ വീഡിയോയും. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്സ് ഞാൻ വാങ്ങിച്ചത്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് കുറച്ച് നെയിൽ പെയിൻറ്റ്സ് ആണ്. അതാ ഇൻസൈറ്റിൻ്റെ നെയിൽ പെയിൻ്റ് ഉണ്ട്. ഇൻസൈറ്റിൻ്റെ നല്ലൊരു ഷെയ്ഡുണ്ട്, ബ്ലാക്ക് ഗ്രേ ഷിമ്മർ ഷെയ്ഡാണ് കേട്ടോ ഇത്. ഈ നെയിൽ പെയിൻറ്റ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം ഇതൊരെണ്ണം വാങ്ങിച്ചു ഞാൻ. ദെൻ അതാ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ സ്റ്റണ്ണിങ് നെയിൽ ലാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ ഏതാ നല്ല 2 ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്. ടീൽ ബ്ലൂവും ആൻഡ് ഒരു പേർപ്പിൾ ലാവൻഡർ ഷെയ്ഡും. രണ്ടും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ദെൻ ഞാൻ വാങ്ങിച്ചേക്കുന്നത് L18ൻ്റെ 3 നെയിൽ പെയിൻറ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 3ഉം നല്ല സൂപ്പർബ് ഷെയ്ഡ്സ് ആണ്. ഇതാ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ശരിക്കും ഇപ്പോൾ ഇതാ ഇട്ടേക്കുന്നത്. ഇതാ ഈ ഒരു ഷിമ്മർ ഷെയ്ഡ്. ദെൻ ഒരു പേർപ്പിൾ ലാവൻഡർ, പ്രോപ്പർ ലാവൻഡർ അല്ല എന്നാലും ഒരു ലൈറ്റ് ലാവൻഡർ ആൻഡ് ഒരു ന്യൂഡ് ഷെയ്ഡാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് വാങ്ങിച്ചു. ദെൻ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ പോപ്പപ്പ് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിൽ വാങ്ങിച്ചിട്ടുണ്ട്. 06 മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയാനായിട്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ബാംഗിൾസ് വേണമായിരുന്നു. അപ്പം ഞാൻ എന്താ ഒരു 4ൻ്റെ സെറ്റ് വാങ്ങിച്ചു. ബേസിക്കലി ഒരു പെയർ വാങ്ങിക്കുമ്പോൾ ഒരു പെയർ നമുക്ക് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ബാംഗിളാണ്. ശരിക്കും നമുക്ക് ഗോൾഡിൻ്റെ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഗോൾഡ് അല്ല. നല്ല ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് ഏത് സൈസുകാർക്കും ഇടാം. പക്ഷേ ഞാൻ എൻ്റെ സൈസ് എടുത്തിട്ടാണ് ഓർഡർ ചെയ്തത്, ഇൻ കേസ് വല്ല റിട്ടേൺ ചെയ്യേണ്ടി വരണ്ട എന്നുള്ള അവസ്ഥ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ട്രഡീഷണൽ വെയർസിൻ്റെ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഇതാണ്. ഒരെണ്ണം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കൈ ശരിക്കും നിറയും, പക്ഷേ 2 എണ്ണം കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ 2 കയ്യിലും
രണ്ട് കയ്യിലും നമുക്ക് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഡ്രസ്സിൻ്റെ മാച്ച് ചെയ്തേക്കുന്ന ഏതാണോ ബാംഗിൾ എന്ന് വെച്ചാൽ അത് സെൻറ്ററിൽ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ പെയർ ചെയ്തൊക്കെ പോകാൻ സിംഗിളായിട്ട് വേണമെങ്കിലും നമുക്ക് ഇട്ടിട്ട് പോകാം. അപ്പം ഇതാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ച ഐറ്റം. ഈ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതിൽ ഒരു ഐറ്റം കൂടിയാണ് ഞാൻ എന്താ ഈ കാണിക്കുന്നത്. ഇതിപ്പം കത്തിച്ചിട്ടുണ്ട്, ഇത് കത്തിച്ചിട്ടില്ല. ഇതിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു സംഭവം അറിയാൻ പറ്റും. ഇത് ബേസിക്കലി ലാമ്പാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാമ്പ് നമുക്കിങ്ങനെ കത്തും. അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഡാൻസൊക്കെ കളിച്ചത് കേട്ടോ. ഇത് ഡാൻസ് പെർഫോമൻസസ് അല്ലെങ്കിൽ നമുക്ക് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ, ദീപാവലി, ബർത്ത്ഡേ ഫംഗ്ഷൻസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സൂപ്പറാണ്. എൻ്റെ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ 12ൻ്റെ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഒരു 12ൻ്റെ സെറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ഡാൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ 12 സെറ്റ് വെച്ചിട്ടായിരുന്നു ഞാൻ വാവയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. നല്ല ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇത് കുറേ നേരം നിൽക്കുകയും ചെയ്യും. ബാറ്ററി ബാക്കപ്പ്, നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ളതാണ്. അപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം, കാരണം ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്, ലൈറ്റ് ആണ്, ബാറ്ററി ആണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യണമല്ലോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഇതാ ഒരു ജ്വല്ലറി സെറ്റാണ്. ഇത് ഞാൻ എൻ്റെ ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഓർഡർ ചെയ്തപ്പം ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു സാധനം വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. കറക്റ്റ് ഒറിജിനൽ നമ്മുടെ ആൻറ്റീക് ജ്വല്ലറി, ഗോൾഡിൻ്റെയൊക്കെ ആൻറ്റീക് കളക്ഷനുള്ള അതുപോലത്തെ തന്നെയാണ്. നമുക്ക് ലക്ഷ്മിയുടെ ആണ് ഇവിടെ ചെറിയ കാശുമാല പോലത്തെ കൊടുത്തേക്കുന്നത്. ആൻഡ് മേളിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോണിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് മാച്ചിങ് ഇയറിങ്സും വരുന്നുണ്ട്, ഝുംകാസും വരുന്നുണ്ട്. പക്ഷെ ഝുംക ഞാൻ കുറച്ചും കൂടി വലുതാണ് കേട്ടോ എക്സ്പെക്റ്റ് ചെയ്തത്. ഫോട്ടോയിൽ ഭയങ്കര വലുതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി വലുതായിരിക്കും. പക്ഷെ വന്നപ്പോൾ ഭയങ്കര ചെറുതായിപ്പോയി. അപ്പം ഇത് നമുക്ക് ഡാൻസിന് വേണ്ടിയിട്ട് തരാൻ പറ്റില്ലായിരുന്നു, കാരണം നമുക്ക് ഡാൻസിന് കുറച്ചും കൂടി വലുത് വേണമല്ലോ. അപ്പം ഞാൻ വേറൊരു ജ്വല്ലറിയാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് ഇട്ടത്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ഡാൻസ് കഴിഞ്ഞിട്ടും നമുക്കിത് ഫങ്ഷൻസ്, വെഡ്ഡിങ്സ്, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒക്കെ നമുക്ക് ദാവണി, ലെഹങ്ക, ചുരിദാർ, അതുപോലെ തന്നെ സാരി, സെറ്റ് സാരീസ് അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. നല്ലൊരു ഐറ്റമാണിത്. വെയിറ്റ് ഇല്ല, നല്ല ഭംഗിയാണ്. ഒരു സ്റ്റോൺ പോലും ഇങ്ങനെ പോകുന്ന ടൈപ്പ് ഒന്നുമില്ല, ഒരു ഡാമേജോ ഒന്നുമില്ല. ഇയറിങ്സിൻ്റെ കാര്യം പറയാനാണെങ്കിലും ഇയറിങ്സ് ചെറുതാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ചെറിയ ജുംകാസ് ഒക്കെ ഇടുന്നവർക്ക് നല്ലതാണ്, സെപ്പറേറ്റ് ആയിട്ട് ഇടാനൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ കൂടെയൊക്കെ ഇടാനാണെങ്കിൽ നല്ലത്. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്കൊരു ഡാൻസ് പെർഫോമൻസിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ അത് അത്രയ്ക്ക് ചെറുതായി പോകും. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ റാൻഡംലി ഓൺലൈനായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ പറ്റുന്നതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ദ ഡ്രിൽ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഇനിയും അടുത്തൊരു ലോങ് വീഡിയോയിൽ കാണാം. ഐ ഹോപ്പ് വേഗം തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. അതുവരേക്കും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ലവ് യുവർ സെൽഫ്. ബൈ.